പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, തിയോളജിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠനവിധേയമാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തനങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളാണ്. നമുക്കറിയാം, ബിരുദാനന്തര ബിരുദ തലത്തിലെ ഒരു വിഷയമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ സങ്കീർത്തനങ്ങൾ അഥവാ ഹെബ്രായ കവിതകൾ എന്നുള്ള ശീർഷകത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില വസ്തുതകളാണ് ഈ ക്ലാസ്സിൽ നാം പഠനവിധേയമാക്കുക. ഹീബ്രു മതാത്മകതയെ നൂറ്റാണ്ടുകളായി പ്രതിനിധീകരിച്ചിരുന്ന കീർത്തനങ്ങളായിരുന്നു സങ്കീർത്തനങ്ങൾ എന്ന് നമ്മൾ ഇതിനോടകം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ സങ്കീർത്തനങ്ങളിൽ ശരിക്കും ചരിത്രമുണ്ട്. ഈ സങ്കീർത്തനങ്ങളിൽ ഇസ്രായേലിൻ്റെ മതവിശ്വാസം, ദൈവശാസ്ത്രം, അവരുടെ ധാർമ്മികത, അവരുടെ ആരാധനാക്രമം ഇതെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൻ്റെ ഒരു സംഗ്രഹം തന്നെയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഏതാനും സങ്കീർത്തനങ്ങൾ നമ്മൾ ഉദാഹരണം എന്ന നിലയിൽ പഠിക്കുകയും ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠനവിധേയമാക്കുന്നത് 32-ാമത്തെ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം കൈകാര്യം ചെയ്യുന്ന പ്രമേയം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു പ്രമേയമായതുകൊണ്ടാണ് നമ്മൾ ഈ 32-ാം സങ്കീർത്തനത്തെ ഇന്നത്തെ നമ്മുടെ പഠന വിഷയമായി തിരഞ്ഞെടുക്കുക. 32-ാം സങ്കീർത്തനം തീർച്ചയായും വിശുദ്ധ ബൈബിളിൻ്റെ കാവ്യാത്മകതയ്ക്ക്, വിശിഷ്യ സങ്കീർത്തനങ്ങളുടെ കാവ്യാത്മകതയ്ക്ക് വളരെ സ്പഷ്ടമായ ഒരു ഉദാഹരണമാണ്. ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് ഇതിൻ്റെ ശീർഷകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനം എന്ന് ശീർഷകത്തിൽ പറഞ്ഞിട്ടുള്ളതിനാൽ ഒരുപക്ഷെ ഈ സങ്കീർത്തനം ദാവീദ് തന്നെ രചിച്ചതാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തികൾ രചിച്ച സങ്കീർത്തനത്തെ ദാവീദിൻ്റെ പേരിൽ ആരോപിച്ചതാകാം. പക്ഷേ ഈ സങ്കീർത്തനം കൈകാര്യം ചെയ്യുന്ന പ്രമേയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാകാനാണ് സാധ്യത. കാരണം 51-ാം സങ്കീർത്തനം ദാവീദിൻ്റേതാണ് എന്ന് പണ്ഡിതന്മാർ ഐക്യകണ്ഠേന സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. ആ 51-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാർത്ഥനയുടെ തുടർച്ചയായ സങ്കീർത്തനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ 32-ാം സങ്കീർത്തനത്തെ വിശേഷിപ്പിക്കാം. 51-ാം സങ്കീർത്തനത്തിൽ പാപത്തിൻ്റെ പശ്ചാത്താപത്താൽ വെന്തു നീറുന്ന മനസ്സുമായി നിലകൊള്ളുന്ന ദാവീദിനെയാണ് നാം കാണുന്നത് എങ്കിൽ 32-ാം സങ്കീർത്തനകർത്താവാകട്ടെ കുറ്റങ്ങൾക്ക് മാപ്പ് ലഭിച്ചവൻ്റെ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് നമ്മൾ കണ്ടെത്തുക. ഈ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പാപം ചെയ്തു, ദൈവത്തിനു മുമ്പിൽ പശ്ചാത്തപിച്ച് അനുതപിച്ച് മാപ്പ് ചോദിച്ചു, ആ മാപ്പ് ലഭിച്ചവൻ്റെ ആനന്ദം അനുഭവിക്കുന്ന വ്യക്തിയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ കർത്താവ് എന്ന് ഈ സങ്കീർത്തനം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ന്യായമായും നമുക്ക് ഊഹിക്കാം ഈ ശീർഷകം സൂചിപ്പിക്കുന്നത് പോലെ ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാകാനാണ് എല്ലാ സാധ്യതയും. ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം ഈ സങ്കീർത്തനം വളരെ ലളിതമായൊരു ഘടനയിലാണ് ഈ സങ്കീർത്തനം വിരചിതമായിരിക്കുന്നത്. 1 മുതൽ 11 വരെ വാക്യങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന വളരെ ലളിതമായ ഒരു സങ്കീർത്തനമാണ് 32-ാം സങ്കീർത്തനം. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് വിശിഷ്യ 1 മുതൽ 4 വരെ വാക്യങ്ങൾ, അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാം ഭാഗം എന്ന് പറയും. ഈ 1-ാം ഭാഗം പാപം ചെയ്ത മനുഷ്യന് സംഭവിക്കുന്ന, അവനെ കാത്തിരിക്കുന്ന ഭയാനകമായ ദുരന്തങ്ങളെക്കുറിച്ചുള്ള സൂചനയാണ് നൽകുന്നത്. സമാനമായ ദുരന്തങ്ങളിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ്റെ സാക്ഷ്യ വിവരണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നത്ര ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു വിവരണമാണ് ഈ ആദ്യ ഭാഗത്തെ പാപത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചുള്ള വിവരണം. രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുക 5 മുതൽ
8 വരെ വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ പറയുന്നത് പാപം ദൈവത്തിരുമുമ്പിൽ അനുതപിച്ചേറ്റ് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ ഏവ എന്നുള്ളത്. അവസാനം ഇതിൻ്റെ 3-ാം ഭാഗത്ത് പറയുന്നത് പൊതുവായ ഉപദേശങ്ങളാണ്. മനുഷ്യൻ പാപത്തെ ഉപേക്ഷിച്ച് ജീവിക്കാൻ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ള സൂചനയാണ് 9 മുതൽ 11 വരെ വാക്യങ്ങളിൽ നമ്മൾ കാണുക. അതുകൊണ്ട് ഇതര സങ്കീർത്തനങ്ങളെ അപേക്ഷിച്ച് നാം ഇതിനോടകം പഠിച്ച പല സങ്കീർത്തനങ്ങൾക്കും വളരെ സങ്കീർണമായ ഘടനയുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ ഘടന വളരെ ലളിതമാണ്. പാപം ചെയ്താൽ എന്ത് സംഭവിക്കും, പാപം ഏറ്റുപറഞ്ഞ് അനുതപിച്ചാൽ ലഭിക്കുന്ന ആനന്ദം എന്താണ്, പാപത്തിൽ വീഴാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഏവ. വാസ്തവത്തിൽ ശരിക്കും ഒരു കുമ്പസാരത്തിൻ്റെ സങ്കീർത്തനമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ആഗസ്തീനോസ് പുണ്യവാളൻ ഈ സങ്കീർത്തനത്തിന് വിശദീകരണം എഴുതിയപ്പോൾ പറഞ്ഞു, ദിസ് ഈസ് എ സാം ഓഫ് കൺഫെഷൻ എന്ന്. ഇതൊരു കുമ്പസാര സങ്കീർത്തനം. കത്തോലിക്ക വിശ്വാസത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ കാഴ്ചപ്പാടിൽ കുമ്പസാരം എന്നൊരു കൂദാശ തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. അപ്പസ്തോലിക സഭകളെല്ലാം തന്നെ ഈ കൂദാശയുടെ സാധുതയെ അംഗീകരിക്കുന്നതുമാണ്. ലൂതറിനും വളരെയേറെ പ്രിയപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ലൂതർ ഒരുപക്ഷെ തൻ്റെ രചനകളിൽ ഏറ്റവും അധികം ഉദ്ധരിച്ചിട്ടുള്ള ഒരു സങ്കീർത്തനം. ലൂതറിൻ്റെ നീതീകരണത്തെക്കുറിച്ചുള്ള പ്രമേയങ്ങളിലെല്ലാം തന്നെ ഉദ്ധരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. അതുകൊണ്ട് ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളും അതുപോലെ തന്നെ ഇവാഞ്ചലിക്കൽ ചർച്ചുകളും ഒരുപോലെ പ്രധാനപ്പെട്ടതായി കരുതുന്ന ഒരു സങ്കീർത്തനം എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ ഈ സങ്കീർത്തനത്തെ സമീപിക്കുക. ഈ സങ്കീർത്തനത്തെ നമ്മൾ പഠിക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശം, ഇതിന് ഒരു എക്യുമെനിക്കൽ ലക്ഷ്യം കൂടിയുണ്ട്. കാരണം സഭകളുടെ ഐക്യത്തിന് തടസ്സമായി നിൽക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര പ്രമേയം എന്ന് പറയുന്നത് ചില കൂദാശകളെക്കുറിച്ചുള്ള അഭിപ്രായാന്തരങ്ങളാണ്. എന്നാൽ ആ കൂദാശകളെക്കുറിച്ചുള്ള വിചിന്തനം എപ്രകാരമാണ് വിശുദ്ധ ഗ്രന്ഥം അതിൻ്റെ സമഗ്രതയിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് തിരിച്ചറിയാൻ കൂടി ഈ സങ്കീർത്തനത്തിൻ്റെ പഠനം സഹായകമാകും എന്നുള്ളതിനാലാണ് നാം ഈ സങ്കീർത്തനത്തെ പഠന വിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. പാപം ഒരിക്കലും നിസ്സാരമല്ല എന്നുള്ള സത്യം. ഒരുപക്ഷെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 12-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു ദർശനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആധുനിക മനുഷ്യൻ പാപം ചെയ്യുന്നു എന്നുള്ളതിലല്ല, അവന് പാപബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതിലാണ് സഭ വേദനിക്കുന്നത്. അതായത് മനുഷ്യൻ ബലഹീനനാണ്, ദുർബലനാണ്. ഏത് നിമിഷവും അവൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരാം, പാപം സംഭവിക്കാം, പാപത്തിലേക്ക് അവൻ വീഴാം, അത് സ്വാഭാവികം. പക്ഷേ ആ പാപത്തെക്കുറിച്ചുള്ള അവബോധം തന്നെ അവന് സമ്പൂർണമായി നഷ്ടപ്പെടുക എന്നുള്ളത് സങ്കടകരമാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന് പാപബോധം നഷ്ടപ്പെടുക എന്ന് ചോദിച്ചാൽ, പാപം ആരും അറിഞ്ഞിട്ടില്ല, പാപത്തിന് പ്രശ്നമില്ല, പാപം ചെയ്തതിൽ ഒരു കുഴപ്പവുമില്ല, എല്ലാവരും പാപം ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്, അതുകൊണ്ട് പാപം ചെയ്യാതെ ജീവിക്കുന്നവനാണ് വിഡ്ഢിയാൻ എന്നൊക്കെ ചിന്തിക്കുന്ന നവീന ചിന്താസരണികളുടെ സ്വാധീനം മനുഷ്യനെ വലയം ചെയ്യുന്നതിനാൽ പാപബോധം മനുഷ്യനിൽ നിന്ന് പടിയിറങ്ങിപ്പോയി എന്നുള്ളത് ഒരു പരമാർത്ഥമായ വസ്തുതയാണ്. സങ്കീർത്തകൻ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട മനുഷ്യരെ, പാപത്തെ ആർക്കും അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ പറ്റിയല്ല. പാപം ഒരിക്കലും ഒരു നിസ്സാര വസ്തുതയല്ല. പാപം ചെയ്തവനെ ദൈവം ശിക്ഷിക്കും എന്ന് വിചാരിച്ചല്ല നമ്മൾ വെപ്രാളപ്പെടേണ്ടത്. മറിച്ച് ഓരോ പാപത്തിൻ്റെയും വിനാശം പാപത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്ന പരമാർത്ഥം. പാപം സ്വയം നശിപ്പിക്കാൻ പര്യാപ്തമാണ്. സിൻ ഈസ് സെൽഫ് ഡിസ്ട്രക്റ്റീവ്. പാപം സ്വയം നശിപ്പിക്കാൻ കഴിയുന്നു. ഇതാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ സങ്കീർത്തകൻ നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ദർശനം. സങ്കീർത്തകൻ എത്ര ഹൃദ്യമായിട്ടാണ് അത് പറയുക. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ
ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചു പോയി. രാവും പകലും അങ്ങേ കരമെൻ്റെ മേൽ പതിച്ചു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. അതായത് മനുഷ്യൻ്റെ പാപം അവൻ്റെ ആത്മാവിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, നിത്യജീവിതത്തെയോ സ്വർഗത്തെയോ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. പാപം മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെ, അവൻ്റെ ശരീരത്തെ, അവൻ്റെ ആരോഗ്യത്തെ, അവൻ്റെ ആയുസ്സിനെ എല്ലാം ബാധിക്കുന്ന വിഷയമാണ് എന്നാണ് സങ്കീർത്തകൻ പറയുക. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാന ദർശനമാണ് എന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പാപം ചെയ്ത മനുഷ്യൻ്റെ ദുരന്തങ്ങൾ. ആദിമാതാപിതാക്കൾ പാപം ചെയ്തു. അത്തിമരത്തിൻ്റെ ഇലകൾ പറിച്ച് തുന്നി അരക്കച്ച ഉണ്ടാക്കി അവർ നാണം മറയ്ക്കാൻ മാത്രം അവർ നഗ്നരായി എന്നവർക്ക് ബോധ്യമായി. നഗ്നത നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ബൈബിളിൽ അത് അടിമത്തത്തിൻ്റെ പ്രതീകമാണ്. പാപം ചെയ്യുന്ന മനുഷ്യൻ പിശാചിൻ്റെ, ദുഷ്ടാരൂപിയുടെ അടിമയായിത്തീരും. പിശാചിനോട് ഐക്യപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ പിന്നെ കാത്തിരിക്കുന്നത് സർവനാശത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് നമുക്കറിയാം. തോട്ടത്തിൽ ദൈവം വന്നപ്പോൾ ആദവും ഹൗവായും ഭയന്ന് മരങ്ങൾക്കിടയിൽ പോയി ഒളിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ദൈവം ചോദ്യം ചെയ്തപ്പോൾ ആദാം ഹൗവായെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഞാനല്ല, നീ കൂട്ടിന് തന്ന ആ സ്ത്രീ, അവളാണ് ഈ പ്രശ്നത്തിന് കാരണം. മനുഷ്യർ തമ്മിലുള്ള ബന്ധം തകർന്നു പോകും. വീണ്ടും ദൈവം പറയുന്നുണ്ട്, ആദാമേ, നീ തെറ്റ് ചെയ്തതിനാൽ കൃഷിഭൂമി നിനക്ക് വിളവ് തരില്ല. പ്രപഞ്ചത്തിൽ നിന്ന് മനുഷ്യനകന്നു പോകും. ഇത് ദൈവം ശിക്ഷിച്ചത് കൊണ്ട് സംഭവിക്കുന്നതല്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പാപം വരുത്തുന്ന ഭയാനകമായ തിരിച്ചടികളെ കുറിച്ച് വചനം പറയുക. ഒന്നാമതായി, നീ പിശാചിൻ്റെ അടിമയായിത്തീരുന്നു. പാപം ചെയ്യുന്ന വ്യക്തി, നിന്റെ നിയന്ത്രണം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു മദ്യപാനി, ഈ മദ്യപാനിക്ക് മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിർത്താൻ പറ്റുന്നില്ല. ചില കുടിയന്മാർ പറയാറുണ്ട്, ഞാനങ്ങനെ വലിയ മദ്യപാനിയൊന്നും അല്ലച്ചോ, എനിക്ക് എപ്പം വേണേലും ഈ കുടി നിർത്താവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനു മുമ്പ് ഒരു 50 തവണയെങ്കിലും കുടി നിർത്തിയിട്ടുമുണ്ട്. എന്തുകൊണ്ട് 50 തവണ നിർത്തേണ്ടി വന്നത് എന്ന് ചോദിച്ചാൽ, നിർത്താൻ ആ മനുഷ്യന് പറ്റാത്തത് കൊണ്ട് എന്നല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീരുമാനങ്ങളല്ല നമ്മെ മറ്റേതോ ശക്തി നയിക്കുന്നു എന്ന അനുഭവം ഓരോ പാപിക്കും അനുഭവപ്പെടുന്ന വസ്തുത. അതാണ് ഈ വചനം പറയുക, സാത്താനോടുള്ള സമ്പർക്കത്തിലായിത്തീരുക വഴി അവൻ്റെ ശരീരം ക്ഷയിക്കുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ അവൻ ഉണങ്ങിക്കരിഞ്ഞു പോകുന്നു. അവൻ തളർന്ന് തകർന്ന മനുഷ്യനാവും. ഇത് ഈ വചനത്തിൽ മാത്രം ഒറ്റപ്പെട്ട് പറയുന്നൊരു വസ്തുതയല്ല. നമ്മൾ ഈ വചനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇതിൻ്റെ തൊട്ട് അടുത്ത് വരുന്ന സങ്കീർത്തനങ്ങളൊന്നുമില്ല. ഉദാഹരണം 38-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ഇതേ സമാനമായ അർത്ഥത്തിൽ പാപം വരുത്തുന്ന ഭയാനകമായ ദുരന്തത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നമുക്ക് തരുന്നു. പാപം മൂലം എൻ്റെ നാവ്, തൊണ്ട വരണ്ട് അണ്ണാക്കിൽ ഒട്ടിപ്പോയി എന്ന് ഇവിടെ സങ്കീർത്തകൻ പറയുന്നു. സമാനമായ വാക്യങ്ങൾ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. സങ്കീർത്തനം 22-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യത്തിൽ കാണുന്നു. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ചിന്തകൾ സങ്കീർത്തനങ്ങളിൽ ഉടനീളം പ്രതിഫലിക്കുന്ന ഒരു വസ്തുതയാണ്. പാപം മനുഷ്യനെ നശിപ്പിക്കുന്നു. പാപം ചെയ്തവൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കാപട്യത്തോടെ ജീവിക്കാം കുറേ കാലം. പക്ഷേ ആ കാപട്യത്തിൻ്റെ കാലഘട്ടം അവൻ്റെ ജീവിതത്തെ തളർത്തുന്ന, തകർക്കുന്ന അനുഭവമാണ്. അങ്ങനെയാണ് സങ്കീർത്തകൻ പറഞ്ഞു തുടങ്ങുന്നത്. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. പാപങ്ങൾ എന്ന അർത്ഥത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു വാക്ക് ആവോൻ എന്ന ഹീബ്രു വാക്കാണ്. അതായത് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ. അതിക്രമം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക ദൈവം ഒരുക്കിയ പ്രപഞ്ചത്തിലെ ക്രമം. അത് സാമൂഹികമാകാം,
കുടുംബപരമാകാം, സഭാപരമാകാം. ഈ ക്രമങ്ങൾ ദൈവം നിശ്ചയിച്ച ചില ക്രമങ്ങളുണ്ട്. കുടുംബത്തിൽ കുടുംബനാഥൻ, കുടുംബനാഥ, മക്കൾ, ഓരോരുത്തരും അവരവരുടെ ദൗത്യം നിർവഹിക്കുന്നതാണ് പാപമില്ലാത്ത ജീവിതം. ആ ക്രമം തെറ്റി ഒരു വ്യക്തി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് അതിക്രമമാണ്. ദൈവീകമായൊരു ക്രമം. ഇപ്പോൾ മകൻ അപ്പനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ അപ്പൻ മകനെ സ്നേഹിക്കാതെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ, അത് ദൈവനിശ്ചിതമായ ക്രമത്തിന് വിരുദ്ധമായ ക്രമം. അതുകൊണ്ടാണ് അതിനെ അതിക്രമം എന്ന് വിളിക്കുക. പാപം എന്ന് പറയുന്നത് ആത്യന്തികമായി ദൈവത്തിൽ നിന്നുള്ള ഒരു ലക്ഷ്യം തെറ്റലാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് പറ്റുന്നത് എന്താണ്? സങ്കീർത്തകൻ പറയുകയാണ്, കർത്താവ് കുറ്റം ചുമത്താത്തവൻ, ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താതെ, മനുഷ്യരുടെ മുമ്പിൽ മാന്യനായതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അതായത് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ സ്വയം നീതീകരിക്കുന്നത് എങ്ങനെയാ? എല്ലാവരുടെയും മുമ്പിൽ നല്ല തേച്ചിമിനിക്ക് വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും അവനെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുന്നു. അവൻ്റെ യഥാർത്ഥ ചെയ്തികളും ചിത്രങ്ങളും ആരും നാളിതുവരെയായി അറിഞ്ഞിട്ടില്ല. വെൽ ആൻഡ് ഫൈൻ, അവൻ മിടുക്കൻ, സമർത്ഥൻ. സങ്കീർത്തകൻ പറയുക, മറ്റുള്ളവരുടെ മുമ്പിൽ കാപട്യം സാധ്യമാണ്, എന്നാൽ ദൈവം കുറ്റം ചുമത്താത്തവൻ, സ്വന്തം ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവൻ. അതായത് പാപിക്ക് മറ്റ് മനുഷ്യരുടെ മുമ്പിൽ അഭിനയിക്കാം, എന്നാൽ അവൻ തന്നെ തന്നെയും ദൈവത്തെയും വഞ്ചിക്കുന്നു. ഇതാണ് സങ്കീർത്തകൻ്റെ നിലപാട്. ഏതൊരു പാപിയിലും സംഭവിക്കുന്ന വസ്തുതയാണ്. ഉദാഹരണം, ദാമ്പത്യ അവിശ്വസ്തത കാണിക്കുന്ന ഒരു ഭർത്താവ്. ഭാര്യയുടെ മുമ്പിൽ അദ്ദേഹം വളരെ സ്നേഹമയനായ ഭർത്താവായിരിക്കും. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അദ്ദേഹം മാതൃകാപരമായൊരു കുടുംബനാഥനായിരിക്കാം. പക്ഷേ സ്വന്തം മനസാക്ഷിയെയും ദൈവത്തെയും വഞ്ചിച്ച് അയാൾ ജീവിക്കുന്നത് കൊണ്ട് ഈ ആന്തരികമായ കാപട്യം മൂലം ആ വ്യക്തിയിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെയാണ് പാപത്തിൻ്റെ ദുരന്തങ്ങൾ എന്ന് സങ്കീർത്തകൻ വിശേഷിപ്പിക്കുക. അവൻ്റെ ശരീരം ക്ഷയിച്ചു പോകുന്നു, വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ അവൻ വരണ്ടു പോകുന്നു എന്ന് സങ്കീർത്തകൻ പറയുന്നതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ അതാണ്. അതുകൊണ്ട് പാപമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ വഞ്ചിക്കാത്ത അവസ്ഥ എന്നാണ് അർത്ഥം. പാപമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വഞ്ചിക്കാത്ത ജീവിതം എന്ന്. പാപമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വഞ്ചിക്കാത്ത അവസ്ഥ. സങ്കീർത്തകൻ പാപത്തെ ഒരു വലിയ ക്യാൻവാസിലാണ് വരയ്ക്കുന്നത് എന്ന് ഈ വിവരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇനി രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. പാപത്തിൻ്റെ ഈ ദുരന്തം അത് ദൈവം നമ്മുടെ മേൽ ശിക്ഷയായിട്ട് തരുന്നതല്ല, മറിച്ച് ദൈവത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. പാപം മൂലം ഒരു മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന ഭയാനകമായ ദുരന്തത്തിൽ നിന്ന് ആ വ്യക്തിയെ എങ്ങനെ വീണ്ടെടുക്കാം, രക്ഷിക്കാം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. പാപിയെ ദൈവം തന്നെ ശിക്ഷിക്കുവാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ പിന്നെ ദൈവം രക്ഷിച്ചു എന്ന് പറയുന്നത് അപ്രസക്തമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നൽകുന്ന ഒരു അടിസ്ഥാന ചിന്തയാണ് പാപത്തിൻ്റെ വിനാശം, ദുരന്തം, തകർച്ച അത് പാപത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന വസ്തുതയാണ്. ഉപ്പ് തിന്നവന് പരവേശം ഉണ്ടാകുന്നത് പോലെ, ആസിഡ് കുടിച്ചവർ ദേഹം പൊള്ളിക്കുന്നത് പോലെ, വിഷം കഴിച്ചവൻ മരിക്കുന്നത് പോലെ, ഏതൊരു തിന്മയ്ക്കും അതിൻ്റെ ദുരന്തം അതിൽ തന്നെ അടങ്ങിയിരിക്കും. ഉപ്പിൽ പരവേശം എന്നതുപോലെ, ആസിഡിൽ പൊള്ളൽ എന്നതുപോലെ, വിഷത്തിൽ മരണം പതിയിരിക്കുന്നത് പോലെ എല്ലാ പാപത്തിലും നാശം, ദുരന്തം, തകർച്ച, പരാജയം പതിയിരിപ്പുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യത്തെയാണ് ബൈബിൾ പഠിപ്പിക്കുക. ഈ പാപം സാത്താനോടുള്ള സമ്പർക്കമായതിനാൽ പാപം തീർക്കുന്ന ഭയാനകമായ ദുരന്തത്തിൽ നിന്ന് ഒരു മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാം എന്നാണ് ദൈവം തൻ്റെ രക്ഷാപദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കാര്യം. ആദിമാതാപിതാക്കൾ പാപം ചെയ്തു. പാപത്തിൻ്റെ ഫലമായി അവർക്ക് പറുദീസ നഷ്ടമായി.
പക്ഷെ ദൈവം എന്താ ചെയ്തത്? തൻ്റെ ഏകജാതനെ വാഗ്ദാനം ചെയ്തു. കായൻ പാപം ചെയ്തു, അനിയനെ അടിച്ചു കൊന്നു. അവൻ പാപത്തെ ഓർത്ത് സങ്കടപ്പെട്ടു. ദൈവം കായൻ്റെ മേൽ തൻ്റെ മുദ്ര പതിച്ചു, അവനെ വീണ്ടെടുത്തു എന്ന് നമുക്കറിയാം. ദൈവം എപ്പോഴും പാപിയുടെ രക്ഷ ആഗ്രഹിക്കുന്നവൻ. ദൈവം പാപിയുടെ മാനസാന്തരം കൊതിക്കുന്നവൻ. അതിനുവേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കിയ വലിയ പദ്ധതിയാണ് എന്ത്? പാപം ഏറ്റുപറയും. പാപം ദൈവസന്നിധിയെ ഏറ്റുപറയും. ആ ഏറ്റുപറച്ചിൽ പാപിയെ വിശുദ്ധീകരിക്കുന്ന, പാപിയെ രക്ഷിക്കുന്ന, പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളൊന്നും പാപിയെ നശിപ്പിക്കാതെ അവനെ സംരക്ഷിക്കുന്ന ദൈവവരപ്രസാദത്തിൻ്റെ വലിയ അനുഗ്രഹം അവന് നൽകുന്നു എന്നാണ് സങ്കീർത്തകൻ്റെ നിലപാട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം സംഭവിച്ചോ, ദൈവം മനുഷ്യനോട് കോപിക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ. പാപം ചെയ്തിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ഇരിക്കുന്നവൻ, എന്നിൽ പാപമില്ല എന്ന് പറഞ്ഞ് സ്വയം ന്യായീകരിക്കുന്നവൻ. അത്തരം നിലപാടുകളോട് വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവം കോപാകുലനാണ്. എന്നാൽ ഏതൊരു വ്യക്തിയാണോ സ്വന്തം പാപത്തെയോർത്ത് ഹൃദയപൂർവ്വം അനുതപിക്കാൻ, മാനസാന്തരപ്പെടാൻ, തിരിച്ചു വരാൻ തയ്യാറാകുന്നത്, അവനെ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കും. ദാവീദ് പാപം ചെയ്തു. ദുർമോഹം, വ്യഭിചാരം, കൊലപാതകം, സ്വയം ന്യായീകരണം. ദാവീദ് ചെയ്യാത്ത പാപങ്ങളൊന്നുമില്ല. ആലോചിച്ച ഹൃദയപൂർവ്വം അവൻ ദൈവസന്നിധിയെ പാപമേറ്റ് പറഞ്ഞ് കരഞ്ഞു. ദൈവത്തിൻ്റെ പ്രതിപുരുഷനായ നാഥാൻ്റെ മുമ്പിൽ, സകല ദൈവജനത്തിൻ്റെയും മുമ്പിൽ തൻ്റെ തെറ്റേറ്റ് പറഞ്ഞ് ദാവീദ് കരഞ്ഞപ്പോൾ, പ്രിയപ്പെട്ടവരെ, ദൈവം അവൻ്റെ മേൽ വരപ്രസാദമൊഴുക്കി. അവന് ഇസ്രായേലിലെ ഏറ്റവും പ്രബലനായ രാജാവാക്കി ദൈവം നിലനിർത്തി. പാപത്തെ ദൈവസന്നിധിയെ ഏറ്റുപറയുന്നവർ, ദൈവം അവരെക്കുറിച്ച് കരുതിയ എല്ലാ രക്ഷാകര പദ്ധതികളും ആ വ്യക്തികളിലൂടെ പൂർത്തിയാകും. ആ വ്യക്തി പാപം ചെയ്യാത്തവൻ എന്നതുപോലെ ദൈവം ആ വ്യക്തിയെ സംരക്ഷിക്കും, പരിഗണിക്കും എന്നാണ് അത് സൂചിപ്പിക്കുക. സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്ന സത്യവും പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നാം എല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിക്കേണ്ട ഒരു വസ്തുതയാണ് പാപത്തെ ഏറ്റുപറയും. ഇതാണ് തിരുസഭ വിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ അവതരിപ്പിക്കുക. ഇതിനെ ഒരു ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭകളുടെ മാത്രം ഏതോ കണ്ടെത്തലായിട്ട് കരുതേണ്ടതില്ല. പഴയ നിയമം മുതലേ ഉള്ള കാഴ്ചപ്പാട് ഇതാണ്. പാപം ഏറ്റുപറയുക എന്ന് പറഞ്ഞ് ദൈവത്തോട് ആകാശത്തിലേക്ക് നോക്കി വിളിച്ചു പറയുക എന്നായിരുന്നില്ല ആദിമ കാലം മുതലേ ഉള്ള അർത്ഥം. പാപം ഏറ്റുപറയുന്നത് ആരുടെ മുമ്പിൽ? ദൈവത്തിൻ്റെ പ്രതിനിധികളുടെ മുമ്പിൽ തന്നെയാണ്. ദാവീദ് നാഥാൻ പ്രവാചകൻ്റെ മുമ്പിലാണ് പാപം ഏറ്റുപറയുന്നത് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, സമാനമായ ചില സാന്നിധ്യങ്ങൾ സമൂഹത്തിൻ്റെ മുഴുവൻ മുമ്പിൽ പാപമേറ്റ് പറയുക, ദൈവപ്രതിനിധികളുടെ മുമ്പിൽ പാപമേറ്റ് പറയുക തുടങ്ങിയ ശൈലികളാണ് പഴയ നിയമത്തിലും നാം കാണുന്നത്. ആ ഒരു വിശുദ്ധ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ് പുതിയ നിയമത്തിലെ കുമ്പസാരം എന്ന കൂദാശയായി നാം മനസ്സിലാക്കുക. അതുകൊണ്ട് പലപ്പോഴും പാപസങ്കീർത്തനം അഥവാ കുമ്പസാരത്തെ എതിർക്കുന്നവർ പാപത്തെ നിസാരവൽക്കരിക്കാനുള്ള ഒരു പ്രേരണ നൽകുന്നില്ലേ എന്ന് ന്യായമായും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. വീണ്ടും അല്പം കൂടി വിശദമായി ചിന്തിച്ചാൽ, പാപത്തെ ഞാൻ തന്നെ ദൈവത്തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് ഞാൻ തന്നെ സ്വയം ന്യായീകരിക്കും. പലരും അപ്രകാരം പറയുമ്പോൾ ഞാൻ തിരിച്ച് പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഇതാണ്: ഓക്കെ, നിങ്ങൾ എത്ര പേർക്ക് ഇപ്രകാരം സ്വയം പാപം ദൈവത്തോട് പറഞ്ഞ് ആത്മനവീകരണം വരുത്താൻ സാധിച്ചിട്ടുണ്ട്? ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല. ഞാൻ ദൈവത്തോട് പാപം നേരെ അങ്ങ് ഏറ്റു പറയും, എന്നിട്ട് പാപമോചനം നേടും എന്ന് ചുമ്മാ അവകാശവാദം പറയുന്നതല്ലാതെ നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ചെയ്ത് സ്വയം ആത്മനീതീകരണം, വിശുദ്ധീകരണം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചോദ്യം.
അതുകൊണ്ടാണ് വിശുദ്ധീകരണത്തിന് ഏറ്റുപറച്ചിൽ പരമപ്രധാനമാണ് എന്ന് ഈ സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്രകാരം ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട നിർമ്മലമായ ഹൃദയത്തോടെയാണ് ദാവീദ് സംസാരിക്കുക. പ്രിയപ്പെട്ടവരെ, നാമും മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം അതാണ്. പാപം ഏറ്റുപറയുക ദൈവത്തിരുമുമ്പിൽ, ദൈവപ്രതിനിധികളുടെ മുമ്പിൽ, ദൈവത്തിരുമുമ്പിൽ ഏറ്റുപറയുന്നതിന് തുല്യമാണ്. ദാവീദ് നാഥാൻ്റെ മുമ്പിൽ പാപം ഏറ്റുപറയുമ്പോൾ ദാവീദ് ഏറ്റുപറഞ്ഞത് ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ. സഭയുടെ പ്രതിനിധിയായ ഒരു വൈദികൻ്റെ മുമ്പിൽ പാപം ഏറ്റുപറയുമ്പോൾ നാം വിശ്വസിക്കുന്നു വ്യക്തികൾ പാപം ഏറ്റുപറയുന്നത് ദൈവത്തിനു മുമ്പിൽ തന്നെ. വൈദികരും മെത്രാന്മാരും മാർപ്പാപ്പയും വൈദികൻ്റെ മുമ്പിലാണ് പാപം ഏറ്റുപറയും. കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന അച്ഛൻ മനുഷ്യനാണ്. ആ അച്ഛൻ തന്നെ അനുതാപിയായി കുമ്പസാരിക്കുന്ന വ്യക്തിയുമാണ്. പക്ഷെ ഓർക്കുക, ദൈവ പ്രതിനിധിയായിട്ടിരിക്കുന്ന ആ വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ നിറഞ്ഞ സാന്നിധ്യമാണ് എന്നും അവിടുന്ന് തരുന്ന ആശീർവാദവും പാപമോചനവും ദൈവം തരുന്ന ആശീർവാദം തന്നെയാണ് എന്നുമുള്ള പരമ്പരാഗത വിശ്വാസത്തെ സാധൂകരിക്കുന്ന വളരെ ശക്തമായ ഒരു പഴയ നിയമ പ്രമേയമാണ് 32-ാം സങ്കീർത്തനം കൈകാര്യം ചെയ്യുന്നത് എന്നാലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. കൂടുതൽ വിശദാംശങ്ങൾ വരും ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344727, 2343-707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.